HP ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ് സ്പീക്കർ ബോക്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ സ്പീക്കർ ബോക്സ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് വാഹനങ്ങളിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വീട്ടിലും യൂസ് ചെയ്യാം. ഓക്കെ, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ കിട്ടുക. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്യാബിനറ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ സ്പീക്കർ ബോക്സ്. പിന്നെ ഇതിന്റെ ഇതുണ്ടെങ്കിൽ ഇത് നമ്മൾ കാറിൽ വെക്കുന്ന സ്പീക്കറാണ്. കാറിലും വെക്കാം, ഇത് വീട്ടിലും വെക്കാം. ഈ ഒരു ഷേപ്പാണ്. ഇത് 6x9 ഈ ഒരു ഇതിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ നെറ്റാണ് ഇത്, മുന്നിൽ വെക്കുന്ന നെറ്റാണിത്. തന്നെ ഇത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാം. ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് ക്യാബിനറ്റ് അടിച്ച് വീട്ടിലും വെക്കാം, അതുപോലെ തന്നെ ഇത് കാറിലും വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഈ ബോക്സ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. 700 വാട്ട് മാക്സിമം ആണ്, 100 വാട്ട് നോർമലാണ്. അതുപോലെ തന്നെ 4 ഓം ആണ് ഇതിൻ്റെ ഇംപെഡൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വൂഫർ സ്പീക്കർ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല വർക്കിംഗ് ആണിത്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാറിൽ വെക്കുന്നതും അതുപോലെ തന്നെ വീട്ടിൽ വെക്കുന്നത് ഏകദേശം ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. വീട്ടിൽ വെച്ചാൽ നല്ല എഫക്റ്റ് ഇതിന് ഉണ്ടാവും, കാരണം ഇത് നല്ല വർക്കിംഗ് ആണ് ഈ സ്പീക്കർ. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബിനറ്റ് തയ്യാറാക്കാൻ പോവാം. ഓക്കെ, അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ക്യാബിനറ്റ് അടിക്കാൻ എടുത്ത മരത്തിന്റെ പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലൈവുഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മരത്തിൻ്റെത് ഞാൻ എടുത്തത് ഇതിന്റെ അളവ് ഒന്ന് പറഞ്ഞുതരാം. ഇത് 17 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്, 17 mm ആണ്. അതുപോലെ തന്നെ പ്ലൈവുഡിൻ്റെത് വരുന്നത്, പ്ലൈവുഡിൻ്റെത് 4 പീസാണ് എടുത്തത്. പ്ലൈവുഡിന്റെ 4 പീസാണ് എടുത്തത്. ഈ കനമുള്ള പീസിലാണ് നമ്മൾ ഓവൽ ഷേപ്പിൽ ഉള്ള സ്പീക്കർ ഇവിടെയാണ് കട്ട് ചെയ്തിട്ട് ഇതിൽ സ്പീക്കർ ഫിക്സ് ചെയ്യുന്നത്. ഇത് ബാക്ക് അടിക്കാനുള്ള പ്ലൈവുഡ് ആണ്. ഇത് 4 ഇഞ്ചിന്റെ പ്ലൈവുഡ് ആണ്, 6 mm പ്ലൈവുഡ് ആണ്. ഇത് 6 mm 2 പീസാണ് എടുത്തത്. അതുപോലെ തന്നെ ഇതിന്റെ അളവ് ഏകദേശം 11 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 12 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ അളവ് ഏകദേശം നമ്മൾ പ്ലൈവുഡിൻ്റെത് ഫസ്റ്റത്തെ അളവ് പറയാം. പ്ലൈവുഡിന്റെ സ്പീക്കർ വെക്കുന്ന ഭാഗത്തുള്ള അളവ് ഫസ്റ്റ് നമുക്ക് അളക്കാം. അപ്പൊ ഇതിന്റെ വീതി ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ് വീതി. ഇനിയിപ്പോ ഇഞ്ച് കണക്കിലാണ് ഞാൻ പറയുന്നത്. 10 ഇഞ്ചാണ് വീതി വരുന്നത്. അതുപോലെ തന്നെ നീളം വരുന്നത് 12 ഇഞ്ച്, 1 അടി നീളമാണ്. അപ്പോൾ ഈ പീസിൽ നമ്മൾ 2 പീസ് കട്ട് ചെയ്യുക. ഈ അളവിൽ നമ്മൾ 2 പീസ് കട്ട് ചെയ്യുക. ഇതൊരു 12 mm പ്ലൈവുഡ് ആണ്, അപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ സ്പീക്കർ വെക്കാൻ 2 ബോക്സ് അടിക്കുമ്പോൾ 2ന്റെ സ്പീക്കർ വെക്കാനുള്ള ഭാഗമാണിത്. അപ്പോൾ അത് നമുക്ക് ഓവൽ ഷേപ്പ് കട്ട് ചെയ്യാനുള്ളതാണ്, അതാണ് ഇത്ര കട്ടിയിൽ എടുത്തത്. പിന്നെ അടുത്തത് നമ്മൾ ഇതിന്റെ ബാക്ക് അടിക്കാനാണ് ഈ പീസ് എടുക്കുന്നത്. ഇതിന്റെ അളവ് പറഞ്ഞ പോലെ തന്നെ 10 ഇഞ്ചും 12 ഇഞ്ചും ആണ്. 1 അടി അല്ലെങ്കിൽ 12 ഇഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ അയച്ചാൽ 2 പീസ് എടുക്കുക. ഇത് 6 mm നമുക്ക് ബാക്കിൽ അടിക്കാൻ ആയത് കൊണ്ട് തന്നെ നമുക്ക് കനം കുറച്ച് മതി, അതാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ സൈഡ് അടിക്കാനുള്ള ഇത് ഞാൻ എടുത്ത മഹാഗണിന്റെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലൈവുഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഇതിനാവശ്യമുള്ള പല ഇത് യൂസ് ചെയ്യാം. MDF ഷീറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. പല ഷീറ്റും വരുന്നുണ്ട് കേബിന് അടിക്കാൻ, സ്പീക്കർ ബോക്സ് അടിക്കാൻ പല മരങ്ങളും അതുപോലെ തന്നെ പ്ലൈവുഡുകളും വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് സൈഡിന് വേണ്ടിയിട്ട് മഹാഗണിന്റെ വലയാണ്. അപ്പോൾ അതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.25 ആണ് ഇതിന്റെ വീതി, 7.25 ഇഞ്ച്
7.25 ഇതിന്റെ വീതി വരുന്നത്. അത് സെന്റി പറയുകയാണെങ്കിൽ 19.6 സെന്റിമീറ്റർ ആണ് ഇത് വീതി. അപ്പൊ നീളം വരുന്നത് 13 ഇഞ്ചാണ് നീളം. അപ്പോ നമുക്ക് 13 ഇഞ്ച് 13 ഒരു നൂലുണ്ടാവും. ഇഞ്ച് പറയുമ്പോൾ 13 ഒരു നൂല് നീളം വരുന്നത്. അപ്പോൾ ഇതിന്റെ സെന്റിമീറ്ററിൽ നീളം പറയുകയാണെങ്കിൽ 33.5 സെന്റിമീറ്ററിൽ നീളം വരുന്നത്. ഹൈറ്റ് അതുപോലത്തെ 4 പീസ് നമുക്ക് വേണം. അതുപോലത്തെ ഈ സൈസിൽ 4 പീസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത സൈഡിന് വേണ്ടിയിട്ട് നമുക്ക് 2 ബോക്സ് അടിക്കുന്നതിനെ കൊണ്ട് നമുക്ക് 2 സൈഡ് വേണമല്ലോ. അപ്പോൾ ഇത് 10 ഇഞ്ചാണ് നീളം വരുന്നത്. ഇതും അതേ അളവ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 12 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇത് 12 അല്ല, ഇത് ഏകദേശം ഇത് 17 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അത് നിങ്ങൾക്ക് 12 എടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഞാനിത് ഇവിടെ യൂസ് ചെയ്തത് 17 ഇഞ്ചാണ്. ഇത് മഹാഗണിന്റെ കിട്ടിയത് കൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പൊ ഇത് 25.3 ഇതിന്റെ നീളം വരുന്നത്. വീതി പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെ 19.5 ഇതിന്റെ വീതി വരുന്നത്. 19.5. ഓക്കെ, ഇഞ്ച് പറയുകയാണെങ്കിൽ 7.25 എടുത്ത് വരും. ഓക്കെ, അങ്ങനെ ആയിട്ടാൽ 4 പീസാണ് എടുത്തത്. 4 പീസ്. ഓക്കെ, 4 പീസ്. നമുക്ക് ബോക്സ് അടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലെ 2 കണക്ടറാണ്. നമ്മൾ 2 ബോക്സ് അടിക്കുന്നത് കൊണ്ട് രണ്ടിലും നമുക്ക് സ്പീക്കറിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ടറാണിത്. ഓക്കെ, ഇപ്പോൾ ഇതുപോലത്തെ 2 ബോക്സ് അടിക്കുക. ഇതിന്റെ നീളം വരുന്നത് 33.2 നീളം. വീതി വരുന്നത് 28.6. നമുക്ക് ഇതുപോലത്തെ 2 ബോക്സ് അടിക്കുക. ഇത് തന്നെ ഇതിന്റെ കണു വരുന്നത്, ഫ്രെയിമിന്റെ വീതി വരുന്നത് 19.7 ആണ് വരുന്നത്. 19.7 സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 പീസാണ്. ഇത് നമുക്ക് ഇതിനുള്ളിൽ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇതിനുള്ളിൽ സ്പീക്കർ ഇങ്ങോട്ട് ഇറക്കി വെക്കുക. സ്പീക്കറിന്റെ ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത പീസ് ഇങ്ങോട്ടാണ് ഇറക്കി വെക്കുക. ഓക്കെ, അപ്പൊ 2 സൈഡും ഇതുപോലെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഫിക്സ് ചെയ്യാണ്. ഇതിൽ ഫിക്സ് ചെയ്യാം, സെറ്റാക്കി. ഇത് സ്പീക്കറിന് വേണ്ടി നമ്മളിവിടെ ഓവൽ ഷേപ്പ് കട്ട് ചെയ്യണം. ഇനിയിപ്പോ ഇത് ബാക്ക് ഭാഗമാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ 4 ഇഞ്ച് 4 ഇഞ്ച് പ്ലൈവുഡ് സെറ്റാക്കി. അതുപോലത്തെ 2 ബോക്സ് നമ്മൾ ഇതുപോലെ സെറ്റാക്കണം. എന്നിട്ടാണ് ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ പുറത്തൂടെ ലാമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 2 ക്യാബിനറ്റ് അടിച്ചു കഴിഞ്ഞു. ഇത് മുന്നിൽ നമ്മൾ സ്പീക്കർ വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തു. ഇത് 5 പീസ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതിനുള്ളിൽ ഇറക്കാൻ. നമ്മൾ അടിക്കുന്ന ഫ്രെയിമിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഇത് വരിക. അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ സ്പീക്കർ ക്യാബിനറ്റ് കാർപ്പറ്റ് ആണ്. ഇത് പല കളറിൽ കിട്ടും. കേസരി കളറിൽ കിട്ടും. ഇത് ഗ്രേ കളറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഒട്ടിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പീക്കർ ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കേണ്ടതുണ്ട്. ഇറക്കി വെച്ച് ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ട് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ നോക്കണം. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഇറങ്ങി നിൽക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ് എടുത്ത് വെച്ച് നോക്കണം. ഇറങ്ങി നിൽക്കുന്നുണ്ടോന്ന്. എന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ സ്പീക്കർ ക്യാബിനറ്റ് കാർപ്പറ്റ് ഒട്ടിക്കാൻ. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതിന്റെ കണക്ടേഴ്സ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ഇതിൽ അത് ഇവിടെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാം. നമ്മൾ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ,
ഇത് കാർപ്പറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇതിന്റെ മുന്നേ ഫിക്സ് ചെയ്യുക, അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. കാർപ്പറ്റ് വെച്ചതിന് ശേഷം ഫിക്സ് ചെയ്താണ് നല്ലത്. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ സ്പീക്കറിന്റെ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പൊ അടുത്ത് നമ്മൾ വേണ്ടത് ഇവിടെ എയർ ഹോൾസ് വേണം. സ്പീക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ എയറിന്റെ പ്രോബ്ലം വരും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എയർ ഹോൾസ് വെക്കും. അത് കാർപ്പറ്റ് ഒട്ടിച്ചതിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അടുത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് നമ്മൾ ബാക്ക് കവറാണിത്. ഇത് നമ്മൾ നല്ലോണം ഗ്ലൂ തേച്ചിട്ട് ഇവിടെ സ്ക്രൂ അല്ലെങ്കിൽ ആണിയോ ചെയ്യാം. ഇത് ഞാൻ ഫ്രെയിം അടിക്കാൻ ഉപയോഗിച്ചത് ആണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ബാക്ക് കവർ ഫിക്സ് ചെയ്യാം. എന്നിട്ടാണ് കാർപ്പറ്റ് ഒട്ടിക്കുക. കാർപ്പറ്റ് ഒട്ടിക്കുന്ന ഗ്ലൂ നിങ്ങൾക്ക് അവിടെ തന്നെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങുന്ന ഷോപ്പിൽ തന്നെ ഉണ്ടാവും. അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഇത് ഗ്ലൂ പറഞ്ഞു തരും. ഓക്കെ, ഞാൻ കാർപ്പറ്റ് ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഞാനിവിടെ ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് 1 അടി വീതി കാർപ്പറ്റ് കട്ട് ചെയ്തു. നീളം 50 ഇഞ്ച് നീളത്തിലാണ് കാർപ്പറ്റ് കട്ട് ചെയ്തത്. 50 ഇഞ്ച് നീളം. എന്നിട്ട് നമ്മൾ ലാമിനേറ്റ് തുടങ്ങിയാണ്. ഇറ്റാലി 2 പീസ് കട്ട് ചെയ്യാം. 2 ബോക്സിലായതുകൊണ്ട് 2 പീസ്. 2 അപ്പോൾ ഇവിടുന്ന് ഒട്ടിച്ച് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് ചുറ്റും ഒട്ടിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ വഴിഭാഗം നമ്മളിവിടെ മടക്കി ബാക്ക് ഭാഗം മടക്കി ചേർക്കാം. ഇതേപോലെ ലാമിനേറ്റ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ നമ്മളിവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ മടക്കി ചെയ്യണം. ഇതിന്റെ അളവാണ് ഞാൻ പറഞ്ഞത്. 1 അടി വീതി നീളം. ഇത് 2ആയിട്ട് മടക്കി വെച്ചാണ് നീളം വരുന്നത്. 25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അത് 50 ഇഞ്ച് നീളത്തിൽ നമ്മൾ കാർപ്പറ്റ് കട്ട് ചെയ്യാം. നമ്മൾ ഒപ്പിച്ചെടുക്കുക. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ മടക്കി ഇതുപോലെ കോണിൽ മുറിച്ചിട്ട് നല്ലോണം നീറ്റായിട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് പ്രസ് വെച്ചിട്ട് കോർണർ ഇതുപോലെ നല്ലോണം നീറ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്യണം. ഈ കോണിൽ ഇങ്ങനെ മടക്കി വരുമ്പോൾ ഈ കോണിൽ കട്ട് ചെയ്യുക. കോണിലും കട്ട് ചെയ്യാം, പിന്നെ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കോണിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായി മടക്കിയിട്ട് നിങ്ങൾ ലാമിനേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് ബാക്ക് ഭാഗം പോലെ തന്നെ ഇത് ബാക്ക് ഭാഗം എങ്ങനെയായിരിക്കും വരിക കണ്ടോ? ബാക്ക് ഭാഗം എങ്ങനെയായിരിക്കും വരിക. ഇതിന്റെ നടുക്ക് അവസാനം ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലോണം മടക്കി നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും കാർപ്പറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. ബാക്ക് സൈഡ് ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിലത്തെ സ്പീക്കറിന്റെ ഭാഗത്ത് ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത അതിനും ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിലിറക്കി നമ്മൾ ഈ സ്പീക്കറും തന്നെ കണക്ഷൻസ് ഒക്കെ അടുത്തത് കൊടുക്കാനുള്ളത് സ്പീക്കറും അതുപോലെ തന്നെ അതിന്റെ കണക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, അതിൻ്റെ അത് സ്പീക്കർ ഒന്ന് ഇറക്കി നോക്കാം. കറക്റ്റായിട്ട് ഇറങ്ങി വേണം. കവർ നമ്മൾ ഇനിയിപ്പോൾ ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യണം. റൂട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ സ്പീക്കറൊക്കെ ഇറക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് സ്ക്രൂ ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാറിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേബിന്. ഈ സ്പീക്കറിന് നല്ല പെർഫോമൻസ് ആണ്. ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കുറഞ്ഞ ചിലവിൽ ഒരു ആംപ്ലിഫയർ, ഒരു ബോർഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അതിൽ നല്ല പെർഫോമൻസ് ആണ് ഈ സ്പീക്കറിന്. അത് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ ബോക്സ്. അപ്പോൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്നും പറയും, സ്പീക്കർ ക്യാബിനറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ
ഓവൽ ഷേപ്പുള്ള സ്പീക്കറിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. കുറഞ്ഞ വിലയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയർ വെച്ചായിരുന്നു അത് വർക്ക് ചെയ്യിച്ചിരുന്നത്. അത് നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇതിൽ വർക്ക് ചെയ്യിക്കുന്ന വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതാണ്. ഈ നമ്മൾ ഉണ്ടാക്കിയ ക്യാബിനറ്റിൽ വർക്ക് ചെയ്യിക്കുന്ന ഓഡിയോ പ്ലേ ചെയ്യുന്ന വീഡിയോ വരും വീഡിയോയിൽ ഇടുന്നതാണ്. ഇതിലിനി ഹെയർ ഹോൾസിൻ്റെ ഒരു പണി കൂടിയുണ്ട്. നമ്മൾ ചെയ്യാൻ ഹെയർ ഹോൾസിൻ്റെ ഒരു പണി കൂടിയുണ്ട്. ഇത് കൂടി ചെയ്താൽ ഇത് പിന്നെ മാറ്റി വെക്കാവുന്നതാണ്, നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ കണക്ടർ പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.